വരുമല്ലോ അല്ലേ? വരണേ, ഞാൻ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക. ഞാൻ എവിടെ ഉണ്ടെന്നറിയോ? നമ്മുടെ മാവും ചോട്ടില്ലേ, അതിന്റെ താഴോട്ടുള്ള ചെറിയ ഒരു വഴിയുണ്ടാ, ആ വഴിയോട് ചേർന്ന് താഴോട്ടൊരു കാവുണ്ട്. അവിടെ നമുക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. വരണേ. ആദ്യമായിട്ടാ ശിവു ഇങ്ങനെ വിളിച്ച ഉടനെ വരാന്നൊക്കെ പറയുന്നത്. മനസ്സ് മാറുന്ന മുന്നേ വേഗം വാ. അതെ, ഇന്നിട്ട ഡ്രസ്സ് നന്നായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും ഓടി വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഓക്കെ. ദൈവമേ, മനസ്സ് മാറിയെന്ന് തോന്നണേ. എന്തായാലും മിന്നിച്ചേക്കണേ ഭഗവാനെ, കാത്തുരക്ഷിക്കണേ. ഓടി വന്നോണ്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറയണേ ഭഗവാനെ. ഒരു മാറ്റവും വരുത്തല്ലേ. കാത്തുരക്ഷിക്കണേ. ശിവാനി വന്നു അല്ലേ? ഹായ് ഷിബു. ഹലോ ലച്ചു ചേച്ചി. ഹായ് അമ്മായി. ഹായ്. ഹായ്. ഇല്ല, നിങ്ങളെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ തൊഴാൻ വേണ്ടി വന്നതാ. തൊഴുതു വന്നിട്ട്? തൊഴുതു. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴാ വന്നത്. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങളും. ആണോ? അല്ല, നീ എന്തിനാണ് ഇവിടെ വന്നത്? അല്ല, ഞാൻ പച്ചക്കറി എടുക്കാൻ വേണ്ടി വന്നത്. അല്ല, കേശവൊന്നും പറഞ്ഞില്ലേ? ഞാൻ ഓണച്ചന്ത തുടങ്ങാൻ പോണ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ അറിഞ്ഞായിരുന്നു, പക്ഷെ അതിന് മാത്രം പച്ചക്കറി എടുക്കാൻ ഇത് അത്ര വലിയ ഹബ്ബൊന്നും അല്ലല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ പച്ചക്കറി എടുക്കാനല്ലേ വന്നത്? ഞങ്ങള് കനകേച്ചിയുടെ പാട്ടിയുടെ വീടുണ്ട്, പാട്ടയും കണ്ടിട്ട് പച്ചക്കറി എടുത്തിട്ട് പോകാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ട് ഇവിടെ ഒരു ബന്ധു. ആര്? നിന്റെ ചിറ്റപ്പനാ? അല്ല, ചിറ്റപ്പ വെച്ച് 5 വർഷമായി. നന്നായി. താങ്ക് യു. അല്ല, കൂട്ടുകാരന്മാരുണ്ട്. അതെ. നീ എന്തിനാ ഈ ഫോണിലേക്ക് വിളിച്ചേ? ഏത് ഫോണ്? നിന്റെ അപ്പന്റെ ഫോണ്. അല്ല, ഇത് ശിവാനിയുടെ ഫോണല്ലേ? ശിവു, നീ എന്തിനാ ഈ ഫോണിലേക്ക് വിളിച്ചേ? സത്യം പറഞ്ഞാൽ ഞാൻ ശിവൻകുട്ടി ചേട്ടനെ വിളിച്ചതാണ്. അത് മാറി ശിവക്കുട്ടിയിലോട്ട് പോയി, ശിവാനിയിലോട്ടെ. റോങ് നമ്പർ ആണല്ലോ. ഷിബു, നിന്റെ നമ്പർ ഞങ്ങളുടെ അടുത്ത് ഇറക്കിയാണ്ടല്ലോ. അല്ല, റോങ് നമ്പർ ആണെന്നിട്ട് പറഞ്ഞു. ഷിബു, നീ കളിക്കല്ലേ? നോക്കിയാണ് ഉച്ചി വെച്ച കൈകൊണ്ട് ഉദാക്രേജാണ് ഞങ്ങൾക്കറിയാം. എന്താ? അതെ, നീ വഴിതെറ്റി പോണെന്ന് വിചാരിച്ച് നിനക്ക് ജീവിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു തന്നപ്പം നീ ഞങ്ങളെ വഴിക്ക് പറഞ്ഞോ? അല്ല, നിങ്ങളല്ലേ ഇപ്പൊ എന്റെ വഴി തെറ്റിക്കണത്. നീ എന്തിനാണ് ഞങ്ങളുടെ കൊച്ചിനെ പുറകെ നടക്കണേ? ആ കൊച്ചു മര്യാദയ്ക്ക് പഠിച്ചോണ്ടിരിക്കല്ലേ? 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജ് കഴിയും. ചെറിയ കൊച്ചല്ലേ അത്? ചെറിയ കൊച്ചാ കോളേജിൽ പഠിക്കുന്നത്. എനിക്ക് എന്താണ് ചേച്ചി, ചെറിയ കൊച്ചൊന്നല്ല, നല്ല കൊച്ചാണ്. ഒരു കാര്യം പറയാം, നീ ഇനി മേല ഞങ്ങളുടെ കൊച്ചിനെ പുറകെ നടക്കരുത്, കേട്ടല്ലോ? ഓഹോ, അതാണോ കുഴപ്പമില്ലേ? അത് കുഴപ്പമാണ്. എനിക്ക് ചേച്ചിക്ക് ഉണ്ടല്ലോ ഒരു കുഞ്ഞനിയൻ, കേശു എന്ന് പേരുള്ള പയ്യൻ ഇല്ലേ? ഉണ്ട്. അവന് ഈ ലോകത്തുള്ള എല്ലാ പെമ്പിളുടെയും പിറകെ നടക്കാം. എനിക്കൊരു അനിയത്തുണ്ട്, അതിന്റെയും പിറകെ നടന്ന് സെറ്റാക്കിയാനെ. ഞാൻ ഒരു പാവപ്പെട്ട പെങ്കൊച്ചിന്റെ പിറകെ നടന്നപ്പോ കുഴപ്പമില്ലേ നിങ്ങൾക്കൊക്കെ? എന്തോ അമ്മായി കുറ്റമാണോ? അമ്മായും പ്രണയത്തിലല്ലേ കല്യാണം കഴിച്ചത് അല്ലേ? അപ്പൊ ഞാൻ സ്നേഹിക്കണ കുറ്റമാണോ? ഒരു മിനിറ്റ്, ടേക്ക് യുവർ ടൈം. നീ ഇവിടെ വന്നോ. നമ്മളിപ്പോ എന്തോന്ന് പറയും? ഞാൻ പ്രേമിച്ചല്ലേ കിട്ടിയത്, അപ്പൊ എനിക്ക് പറയാൻ വോയിസ് ഇല്ലല്ലോ. അതെങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല, കാരണം ഞാൻ പ്രേമിച്ചല്ലല്ലോ കല്യാണം കഴിച്ചത്. പ്രേമിച്ചല്ലേ കിട്ടിയത്, നിനക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്. പോയി പറ കുറ്റമാണെന്ന്. കുറ്റമാണെന്ന് പോയി പറ. കുറ്റമാണ്. കുറ്റമാണ് നിങ്ങൾ പറഞ്ഞു. അതെങ്ങനെ കുറ്റമാകും? കൊറേ നേരായി ചോദ്യം ചെയ്യാൻ വന്നാൽ നമ്മളിട്ട് കളിയാക്കണം. നീ കൂടുതൽ തമാശ കളിക്കല്ലേ, നിനക്ക് ഞങ്ങൾ അറിയത്തില്ല. പറ്റൂല. പറ്റൂല. ആരടാ നിന്റെ പെണ്ണുപിള്ള? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ കൊച്ചിന്റെ പുറകെങ്ങാനും നടന്ന കോളേജിൽ പഠിക്കണ കൊച്ചാണ്, അവൻ പ്രേമിക്കാൻ നടക്കണ്. കൊച്ചിനാണ് കോളേജിൽ വിടുന്നത്. ഈ ചേച്ചിക്ക് ഒന്നും അറിയണ്ട, അമ്മായി പറ. ഈ തെണ്ടിനെ തല്ലിക്കൊല്ലോ. തമിഴാണല്ലേ? അയ്യോ, എന്നെ ഓടി പറഞ്ഞേ, രണ്ട് പൈസകളെ കൊല്ലുന്നേ. അയ്യോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.